ഒന്ന് പത്രോസിന്റെ ലേഖനം. പത്രോസിന്റെ ഒന്നാം ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് കേൾക്കാം. 1 പത്രോസ് 1:2. പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർ എഴുതുന്നത്. മതി. ഒരു നിമിഷം ആ വചനഭാഗത്തേക്ക് നിങ്ങളുടെ വലതുകരം വെച്ച് കണ്ണുകൾ അടച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ വചനം എന്നോട് സംസാരിക്കണമേ. ഈ വചനം എനിക്കൊരു വിടുതലായി തീരണമേ. ഈ വചനത്തിലൂടെ ആത്മാവിന്റെ ഇടപെടൽ ഉണ്ടാവണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട് ഈ വചനത്തെ ഞങ്ങൾക്ക് വാഴ്ത്തി അനുഗ്രഹിച്ചു നൽകണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഈ വചനത്തിലൂടെ ആഴമേറിയ ദൈവപ്രവൃത്തി എന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പുത്രനാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്ന തിരുവചസ്സിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിനെ വാഴ്ത്തി അനുഗ്രഹിക്കണം. കർത്താവേ, നല്ല നിലത്തു വീഴുന്ന വിത്ത് പോലെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കൊയ്ത്തിന് കാരണമാക്കി ദൈവം തീർക്കണം. വചന വെളിപ്പാട് തരണം. ഹല്ലേലൂയ. വചനം അങ്ങയുടേത്. ശുശ്രൂഷിക്കുന്ന, ശുശ്രൂഷ കേൾക്കുന്ന, അനുഭവിക്കുന്ന ദൈവമക്കളും അങ്ങയുടേത്. ഞങ്ങളെ ഒരുമിച്ച് കർത്താവിന്റെ മകൻ അനുഗ്രഹിച്ചാൽ ആദിയോടന്തമാത്മാവിന്റെ ഒരു നിയന്ത്രണം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടാൻ പ്രാർത്ഥിക്കും. സ്വർഗം പ്രാർത്ഥന കേട്ടു. ശുശ്രൂഷയ്ക്ക് വിരുദ്ധമായി തലമുക്കുന്നതിനെയെല്ലാം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവാത്മാവിനെ ശാസിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ആമേൻ. വളരെ ഈടുറ്റ ഒരു ദൂതാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമുക്ക് ദാനമായി നൽകുന്നു. ഇനിയും നിങ്ങൾ ബൈബിൾ എല്ലാം അടച്ച്, വായിക്കുന്ന ആള് മാത്രം ബൈബിൾ തുറന്നു വെച്ചാൽ മതി. ബാക്കി എല്ലാവരും ബൈബിൾ അടച്ച്, എല്ലാവരും ബൈബിൾ അടച്ച് എന്നെ ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവിൽ വചനത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള ഒരുക്കത്തോടെ വേണം ഇരിക്കാൻ. നമുക്കറിയാം, അപ്പോസ്തലനായ പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം വളരെ ഈടുറ്റതായ ചിന്തകളെ പ്രകാശിപ്പിക്കുന്ന ലേഖനമാണ്. ഒന്നാമത്തെ ലേഖനം. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ വേണം ഈ ഭാഗങ്ങൾ ധ്യാനിക്കുവാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഇരിക്കണം എന്ന് ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ കണ്ടിന്യൂ ശുശ്രൂഷകളായതുകൊണ്ട് തന്നെ എന്റെ ശബ്ദത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ സ്തോത്രം ഉണ്ട്. എങ്കിൽ പോലും നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം ബലപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പൊന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ഒക്കെ ചിതറിപ്പാ വിശുദ്ധന്മാർക്ക്, വൃദ്ധന്മാർക്ക് എഴുതിയ ലേഖനമാണ് ഒന്നാമത്തെ ലേഖനം. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, പരിച്ഛേദനക്കാരുടെ ഇടയിലെ ശുശ്രൂഷകനാകയാൽ ഏഷ്യാ മൈനറിൽ ചിതറിപ്പാർക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട രക്ഷ വിലമതിക്കാത്തതാണെന്നും ആ രക്ഷയെ ഈ കഷ്ടതകളുടെ നടുവിൽ നിങ്ങൾ തള്ളിക്കളയരുതെന്നും ആ രക്ഷയെ
നിങ്ങൾ ഒരു വിധത്തിലും ഉപേക്ഷിക്കരുതുമെന്ന് പറഞ്ഞ് അവരെ ഉറപ്പിക്കുന്ന ലേഖനം. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ആമേൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഏഷ്യ മൈനറിൽ ചിതറിപ്പാർക്കുന്ന വിശുദ്ധന്മാരെ അവർ പ്രാപിച്ച ആ രക്ഷയ്ക്കകത്ത് ഉറപ്പിച്ച് നിർത്തേണ്ടതിന് ആത്മാവിൽ താൻ രേഖപ്പെടുത്തി, ഹല്ലേലൂയ, ഈ കഷ്ടതയുടെ മുൻപിൽ നിങ്ങൾ പതറരുത്, ഈ കഷ്ടതയുടെ മുൻപിൽ നിങ്ങൾ തളരരുത്. ആ ഒരു ദൂത് പറയുന്നുണ്ട് അദ്ദേഹം, ഈ കഷ്ടത നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, നിങ്ങളുടെ സാഹചര്യം കഷ്ടതയാണ്, നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ കഷ്ടതയാണ്, നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ കഷ്ടതയാണ്. എന്നാൽ പത്രോസ് ദൂത് പറയുന്നുണ്ട്, ഈ കഷ്ടതയ്ക്കപ്പുറം ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. ചേർന്നത്ര പേരാമൻ പറയൂ. ഈ കഷ്ടതയ്ക്കപ്പുറം ഒരു മഹത്വം വെളിപ്പെടാനുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാപിച്ച രക്ഷയ്ക്കകത്ത് നിങ്ങൾ ഉറച്ചു നിൽപ്പി. ഈ കഷ്ടതയുടെ സാഹചര്യങ്ങൾക്കപ്പുറം കഴിയുമ്പോൾ നിങ്ങൾ കാണാത്തൊരു മഹത്വം വെളിപ്പെടാൻ പോകുന്നു. അപ്പോൾ തന്നെ ഈ ഭാഗം ഞാൻ ധ്യാനിച്ചപ്പോൾ എന്റെ ഹൃദയത്തിന്റെ അകത്താഴമായി ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ഒരു അനുഭവമാണ്. ഏത് കഷ്ടതയുടെയും അപ്പുറം ഒരു മഹത്വം ഉണ്ട്. ഒരാമയം പറയാമോ? ഒരാമയം പറയാമോ? സൗകര്യമുള്ളവര് പറ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കഷ്ടത നമ്മുടെ മുൻപിലുണ്ടെങ്കിൽ ഒരു മഹത്വം അത് കഴിയുമ്പോൾ വെളിപ്പെട്ടു വരും. നിങ്ങൾക്ക് അടിയുറച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. എന്റെ പ്രാണനാഥനായ ക്രിസ്തു, ഹല്ലേലൂയ, തന്നെ ഹല്ലേലൂയ കഷ്ടതയുടെ നടുവിലേക്ക് പിതാവായ ദൈവം തള്ളിവിട്ടു. താൻ കഷ്ടതയെ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് തന്നെ ഏൽപ്പിച്ച കഷ്ടതയുടെ ഭാരം ചുമന്ന് എന്റെ പ്രാണനാഥന കഷ്ടതകളെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ കർത്താവിനൊരു കാര്യം അറിയാ, ഈ കഷ്ടത കല്ലറയ്ക്കകത്ത് വരെയുള്ളൂ. ഈ കഷ്ടത ഹല്ലേലൂയ കാൽവറിയുടെ കൊലമരത്തിൽ വരെയുള്ളൂ. ഈ കഷ്ടത കഴിയുമ്പോൾ മൂന്നാം നാളിൽ ഒരു മഹത്വം അതിന്റെ പുറകെ വെളിപ്പെട്ടു വരും. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാകാനാ ഉദാഹരണം പറഞ്ഞത്. എന്റെ കർത്താവ് കഷ്ടതകളിലൂടെ കടന്നു പോയെങ്കിൽ അതിനപ്പുറം ഒരു മഹത്വം വെളിപ്പെട്ടു വരുമെന്ന് എന്റെ പ്രാണനാഥന് ഉറപ്പായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചിലരോട് ദൂത് പറയാൻ എന്നോട് ഇടപെടുക. ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയുടെ സാഹചര്യത്തിന്റെ മറവിൽ നീ കാണാത്തൊരു മഹത്വം വെളിപ്പെടാനുണ്ട്. നീ അറിയാത്തൊരു മഹത്വം തെളിഞ്ഞു വരാനുണ്ട്. നിനക്ക് ഇതുവരെ വെളിപ്പെടാത്തൊരു ഗ്ലോറി വെളിപ്പെടാനുണ്ട്. ഇതുവരെ നീ അറിയാത്തൊരു മഹത്വം ഇറങ്ങാനുണ്ട്. ഇതുവരെ കാണാത്തൊരു മഹത്വം നിന്റെ കണ്ണ് കാണാനുണ്ട്. ഇതുവരെ നീ അനുഭവിക്കാത്തൊരു മഹത്വം നീ അനുഭവിക്കാനുണ്ട്. ലാസറിന്റെ കുടുംബമേ, ഒരു കഷ്ടതയുടെ നടുവിൽ, ഒരു നടുവിൽ, ഒരു നടുവിൽ പോയെങ്കിൽ നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. ഇത് കഴിയുമ്പോൾ 4 ദിവസം കഴിയുമ്പോൾ ഈ കഷ്ടതയ്ക്കപ്പുറം ഒരു മഹത്വം വെളിപ്പെടാനോ. ചേർന്നൊരു ഹല്ലേലൂയ. ഈ കഷ്ടതയ്ക്കപ്പുറം ഒരു മഹത്വം വെളിപ്പെടാനോ. എത്ര പേരത് വിശ്വസിക്കുന്നു? ശരീരത്തിൽ അനുഭവിക്കുന്ന കഷ്ടത, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന കഷ്ടത, നിന്റെ ആത്മീയ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടത, എന്നോട് ദൈവം എണ്ണി പറയുന്നു, ചില കഷ്ടതയ്ക്ക് അപ്പുറം ഒരു മഹത്വം ഇറങ്ങി വരുന്നത്, ഒരു മഹത്വം ആ വിഷയങ്ങളിൽ വെളിപ്പെട്ടു വരുന്നത് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നെ കാണിച്ചു. നീ ഏതോ മേഖലയില കഷ്ടം അനുഭവിക്കുന്നത്, ആ മേഖലയിൽ അധികം താമസിക്കാതെ ഒരു മഹത്വത്തെ ദൈവം അയച്ചുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. യേശുവിന്റെ നാമത്തിന്റെ
അതുകൊണ്ട് തന്നെ നിങ്ങൾ നേടിയ, നിങ്ങൾ അറിഞ്ഞ, നിങ്ങൾ പ്രാപിച്ച രക്ഷയ്ക്കകത്തു നിന്ന് നിങ്ങൾ പിന്മാറിപ്പോകരുത്. അവരെ ഉറപ്പിക്കാനാണ് താൻ ഈ ലേഖനം എഴുതിയത്. കർത്താവായ ക്രിസ്തുവിനെ ഇടയ ശ്രേഷ്ഠനായിട്ടാണ് പത്രോസ് ഈ ലേഖനത്തിൽ വരച്ചു കാണിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ വായിച്ച വാക്യം ഒരിക്കൽ കൂടി പ്രിയമകൾക്ക് വായിക്കും. പരദേശികൾ പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ചു അനുസരണം കാണിപ്പാൻ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃതന്മാരുമായവർക്ക് എഴുതുന്നത്. എക്ലക്ടോയിസ് എന്ന ഒരു വാക്കാണ് വൃതന്മാർ എന്ന് പരാമർശിച്ചത്. അതിൽ നിന്നുണ്ടായ വാക്കാണ് എക്ലഗോ എന്നുള്ള വാക്ക്. എക്ലഗ എന്നൊരു വാക്ക് എക്ലക്ടോയിസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഒരു കൂട്ടത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന അർത്ഥം വരുന്ന വാക്കാണ് എക്ലഗോ എന്ന വാക്ക്. ഞാനത് മുൻപോട്ട് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാകും. എക്ലഗോ എന്ന വാക്കിന്റെ അർത്ഥം ഒരു കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട. പറഞ്ഞാട്ട് ഈ വാക്യത്തിൽ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് രക്ഷയുടെ 3 പടികളാണ്. രക്ഷയുടെ 3 പടികൾ ഈ വചനത്തിൽ നിന്നുകൊണ്ട് രക്ഷയുടെ 3 പടികൾ നമ്മൾ ഇന്ന് പകൽ ധ്യാനിക്കാൻ പോവാണ്. അപ്പോൾ ആ രക്ഷയിലേക്ക് വരണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. അതിന്റെ ആ വാക്കിന്റെ ഒക്കെ അർത്ഥം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ആടിത്തൂങ്ങിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ ആഴം മനസ്സിലായാൽ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കും. പ്രത്യേകിച്ച് ഒരു ദൂതിന്റെ ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പോൾ ഒരു കൂട്ടത്തിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്തവരെയാണ് എക്ലഗോ എന്ന് പറയുന്നത്. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഒന്നാമത്തെ പടി എന്താന്ന് ചോദിച്ചാൽ, രക്ഷയുടെ ഒന്നാമത്തെ പടി എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ വായിച്ച വാക്യത്തിലുണ്ട്, പിതാവ് മുന്നമേ അറിഞ്ഞു. ഒരാമൻ പറഞ്ഞു. ഹല്ലേലൂയ. പിതാവ് മുന്നമേ അറിഞ്ഞു. പിതാവ് മുന്നമേ അറിഞ്ഞു എന്ന് വെച്ചാൽ അർത്ഥം, ഒന്നാമത്തെ രക്ഷയുടെ ഒന്നാമത്തെ പടി, പിതാവ് നമ്മളെ തെരഞ്ഞെടുത്തു. ഒരാമേൻ എത്ര പേര് പറയും? പിതാവ് നമ്മളെ തെരഞ്ഞെടുത്തു. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് തന്നെ പറഞ്ഞു, പിതാവ് ആകർഷിക്കാത്തവരാരും എന്റെ അടുക്കൽ വരികയില്ല. പിതാവിനാൽ ആകർഷിക്കപ്പെടാത്തവരാരും എന്റെ അടുക്കലേക്ക് വരികയില്ല. ഇന്ന് പകൽക്കാലം രക്ഷയുടെ ഒന്നാമത്തെ പടി, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് എന്നെയും നിന്നെയും പിതാവ് തിരഞ്ഞെടുത്തു. ഒരു നല്ല ഹല്ലേലൂയ എത്ര പേർക്ക് പറയാൻ പറ്റും? അനേക കൂട്ടത്തിൽ കിടന്ന നമ്മളെ ഹല്ലേലൂയ മുന്നറിഞ്ഞ ദൈവത്തിന്റെ കൃപയാണ് അവൻ നമ്മളെ തിരഞ്ഞെടുത്തത്.
സ്തോത്രം ചെയ്യുന്നു. പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഏതു വിധേനെ പോയേനെ. പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിച്ചേനെ. പിതാവ് നമ്മളെ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ നിത്യത എവിടെ നമ്മൾ ചെലവഴിച്ചേനെ. ഇന്ന് പകൽ നന്ദിയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. പിതാവേ, നീ എന്നെ കണ്ടതിനായി സ്തോത്ര, നീ എന്നെ തിരഞ്ഞെടുത്തതിനായി സ്തോത്ര, നീ എന്നെ വിളിച്ചു വേർതിരിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. പാരമ്പര്യ ബന്ധക്കോസുകാർക്കൊന്നും ഇതിന്റെ വിലവില്ലാണ്ട് അറിയത്തില്ല. പക്ഷേ മറ്റു സമുദായങ്ങൾ, ഹൈന്ദവ, അതുപോലെ തന്നെ മുസ്ലിം തലങ്ങളിലൊക്കെ വന്ന പ്രിയപ്പെട്ടവരോട് ചോദിച്ച് അവര് പറയും, ദൈവം ഞങ്ങളെ വിളിച്ച വിളി എത്രയോ ശ്രേഷ്ഠമായി. ഇന്നലകളിൽ ഞങ്ങൾ ആരാധിച്ചു കൊണ്ടുപോയ ഞങ്ങളുടെ അനുഭവങ്ങളെ ഓർക്കുമ്പോൾ ദൈവം ഞങ്ങളെ വിളിച്ച വിളി എത്രയോ ശ്രേഷ്ഠമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുന്നു, ഒന്ന്, പിതാവ് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് രക്ഷയുടെ ഒന്നാമത്തെ നടപടി. ഒരു വാക്യം വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുന്ന എടുത്താൽ മതി. 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. വായിക്കുന്ന ആള് മാത്രം എടുത്താൽ മതി. ചുമ്മാ എന്തിനാ ബൈബിളെ നോക്കിക്കൊണ്ടിരിക്കും. സ്തോത്രം. എഫെസ്യർ 1:5. തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുത്തു. മതി. സ്തോത്ര. ഹല്ലേലൂയ. അപ്പോൾ പിതാവായ ദൈവം ഒരു കൂട്ടത്തിന്റെ നടുവിൽ നിന്ന് നമ്മളെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ, തിരുഹിതം നമ്മളോട് പ്രസാദപ്പെട്ടു. ഒരാമേൻ പറഞ്ഞേ. ഇതൊന്നും ചെറുതായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങളുടെ വിചാരം ഗോലിയാത്തും ദാവീദുവാ വലുതെന്ന്, ഏലിയാവിന്റെ തീയാ വലുതെന്ന് നമ്മുടെ വിചാരം. ഇതൊന്നും അല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ. ആത്മാവിൽ തിരിച്ചറിയുന്നവർ ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നോണം. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, പിതാവ് തെരഞ്ഞെടുത്തതിന്റെ കാരണം അവന് നമ്മളോട് തിരുഹിത പ്രകാരം ഒരു പ്രസാദം തോന്നിയെന്ന്. ആരോടാ തോന്നിയത്? ചേറ്റിൽ കിടന്ന, കുപ്പയിൽ കിടന്ന, ഒന്നിനും കൊള്ളാത്ത, എല്ലാവരാലും തള്ളപ്പെട്ട, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട എന്നെയും നിന്നെയും അവന് തിരുഹിത പ്രസാദം തോന്നിയെങ്കിൽ അത് ചെറിയൊരു കാര്യമല്ല. അതൊരു ചെറിയൊരു കാര്യമല്ല. എല്ലാവരും നിന്നെ തള്ളിയപ്പോഴും, എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചപ്പോഴും, എല്ലാവരും നിന്നെ മാറ്റി നിർത്തിയപ്പോഴും നിന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് നിന്റെ പേര് അവരുടെ ലിസ്റ്റിൽ നിന്ന് വെട്ടിയപ്പോൾ നിന്നെ തിരുഹിത പ്രകാരം അവനും നിന്നോട് പ്രസാദം തോന്നിയത് ചെറിയൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ ദൈവം എന്നോട് അവിടുത്തെ തിരുഹിതത്തിന്റെ പ്രസാദം തോന്നിയത് അതാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ പലരോടും തോന്നാതിരിക്കുന്ന അവന്റെ തിരുഹിത പ്രസാദം അവൻ എന്നോട് തോന്നിയത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. നിത്യ നരകത്തിൽ എന്നെ തള്ളിക്കളയാതെ നിത്യജീവനിലേക്ക് എന്നെ കൊണ്ടുപോകാൻ അവന് തിരുഹിത പ്രസാദം തോന്നി. അവൻ എന്നെ തിരഞ്ഞെടുത്തത് ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണെങ്കിൽ ധീരപ്രവർത്തന. നിന്റെ ബന്ധം പഠിക്കുന്ന നല്ല വലിയ കാര്യം, നിന്റെ കെട്ടുപൊട്ടുന്ന നല്ല വലിയ കാര്യം, നിന്റെ രോഗം കാര്യം. ആത്മാവ് പറയുന്നു അവൻ വിശ്വസിക്കുന്നവർ മാത്രം. സ്തോത്രം. നിന്റെ കിടപ്പ് എങ്ങനായിരുന്നു? നിന്റെ ഇരിപ്പ് എങ്ങനായിരുന്നു? നിന്റെ പോക്ക് എങ്ങനായിരുന്നു? നിന്റെ വരവ് എങ്ങനായിരുന്നു? ഇരിപ്പ് കണ്ടു കഴിഞ്ഞ വലിയ പുള്ളി കളിച്ചിരിക്കുക. അല്ലെങ്കിൽ വലിയ പുള്ളി കളിച്ചിരിക്കാൻ എന്നെ ഉണ്ടായിരുന്നു നിനക്ക്?
എന്തോ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കാലഘട്ടങ്ങൾ പുറകോട്ട് നീ ഒന്ന് പഠിച്ചേ. നിന്റെ ഇരിപ്പും നടപ്പും കിടപ്പും ഒക്കെ ഏതു വിധത്തിലായിരുന്നു. എന്നാൽ ഇന്ന് 4 പേരുടെ മുമ്പിൽ തല ഉയർത്തി പിടിച്ച് ഇറങ്ങി നടക്കാൻ നിനക്ക് കൃപ ലഭിച്ചത് തിരുഹിതപ്രകാരം ഒരു കൂട്ടത്തിന്റെ അകത്തു നിന്ന് ദൈവം നിന്നെ കണ്ടതാണ്. ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചതാണ്. ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. ഇന്ന് അവന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേൽ കിടപ്പുണ്ട്. അവന്റെ വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. അവന്റെ സൃഷ്ടി നിന്റെ മേൽ കിടപ്പുണ്ട്. അത് വിശ്വസിക്കുന്നവർ മാത്രം. നിനക്കെതിരെ പിശാച് അലറി വരുന്ന സിംഹം പോലെ വരുമ്പോൾ നീ ആത്മധൈര്യത്തോടെ വിളിച്ചവരാ. ഞാൻ നീ ആരെ നോക്കണ്ട, നീ അടുത്തിരിക്കുന്ന ആരെ നോക്കണ്ട. നിന്നെ തെരഞ്ഞെടുത്ത ദൈവത്തെ ഇന്നലെ നീ ആരാധിച്ചു. അല്ലെങ്കിൽ അലറി വരുന്ന സിംഹങ്ങളുടെ പിശാച് പണിച്ചു നിന്നാൽ പലപ്പോഴും വന്നിട്ട് അവന്റെ വായിക്ക് അവന്റെ കല്ലുകൾ കൊണ്ടുവന്നത് നിന്റെ മേൽ തെരഞ്ഞെടുക്കണമെന്ന് നിന്റെ മേൽ പ്രസാദം തോന്നിയതുകൊണ്ട് പലപ്പോഴും വീണു പോകേണ്ട സ്ഥാനത്ത് നീ വീണത് ദൈവത്തിന് നിന്നോട് പ്രസാദം തോന്നിയിട്ട് സംഗീതക്കാരൻ പറയുന്നത് പോലെ വീഴത്തക്കവണ്ണം തന്നയിപ്പ് നിന്നെ അവൻ സഹായിച്ചത് അവൻ തെരഞ്ഞെടുപ്പ് അവന്റെ വിളി അതിനെ ചെറുതായി കാണരുത്. അതിനെ ചെറുതായി കാണരുത്. അതിനെ ചെറുതായി കാണരുത്. ആമേൻ 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 ആമേൻ. തന്റെ തിരുഹൃദയത്തിലെ ഹിതപ്രകാരം തനിക്ക് പ്രസാദം തോന്നിയവരെ തെരഞ്ഞെടുത്തിട്ട് ദാനമായിട്ടുള്ള ദൈവത്തിന്റെ കൃപ അവരെ മുൻനിയമിച്ചു. രാമൻ പറയാമോ? അവിടെ ഒരു വാക്ക് വായിച്ചല്ലോ, ദത്തെടുത്തു എന്ന് വെച്ചാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത്, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവം നിന്നെ ദത്തെടുത്തു. ദൈവം നിന്നെ ദത്തെടുത്തു. രാമൻ പറയാമോ? രാമൻ നിങ്ങൾക്ക് പറയാമോ? ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ഒരു കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടാൽ, ശ്രദ്ധിക്കണം, ഒരു കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും തെരഞ്ഞെടുക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടാൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്തായിരിക്കും? ഒരു കൂട്ടത്തിൽ നിന്ന് നമ്മളോട് പറയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കട്ടെ. നമ്മുടെ മുമ്പിൽ കുറച്ച് സാധനങ്ങൾ ഇരിക്കട്ടെ. എന്നിട്ട് പറയാ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിന്റെ അകത്തുനിന്ന് തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് തിരഞ്ഞെടുക്കും? നിങ്ങൾ മിണ്ടുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? ഹല്ലേലൂയ. ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ മുൻപിൽ ഒരു ഫോൺ, ഒരു ബൈക്ക്, ഒരു കാർ ഇരിക്കുകയെന്നിരിക്കട്ടെ. നിങ്ങളോട് പറയാം ഇതിൽ ഇഷ്ടമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കൈവെക്കുന്നതിന് ഫോണുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്. ഇതിലാദ്യം കൈവെക്കുന്നത് ഷിബിലെ, നീ ഇതിലേതായിരിക്കും ആദ്യം കൈവെക്കുക? ഏതില? അല്ല. എന്നാ കാര്യം? അത് വിലയുള്ളതാണ്.
അത് വിലപിടിപ്പുള്ളതാണ്. മറ്റു വെച്ചിരിക്കുന്ന വസ്തുക്കൾ സംബന്ധിച്ച് കാർ അതിലും വിലയുള്ളതാണ്. 2, മറ്റ് വെച്ചിരിക്കുന്ന വസ്തുക്കളിലും കാറ് ഭംഗിയുള്ളതാണ്. രാമൻ പറഞ്ഞു, മറ്റ് വസ്തുക്കൾ വെച്ച് നോക്കുമ്പോൾ കാറിന് അതിനെക്കാട്ടിലും അല്പം കൂടെ പ്രയോജനമുണ്ട്, ഇല്ലെന്നല്ല, അല്ലേലും. അപ്പൊ വിലയുള്ളതും ഭംഗിയുള്ളതും നമ്മൾ എന്ത് ചെയ്യും? തെരഞ്ഞെടുക്കും, അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? മനുഷ്യൻ തെരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ തെരഞ്ഞെടുക്കുന്നു. പക്ഷേ എന്റെ ദൈവം, ഒരാമൻ പറഞ്ഞു, തിരുഹിത പ്രസാദം തോന്നി എന്റെ പ്രാണനാഥൻ തെരഞ്ഞെടുത്തത് നല്ലതിനെ അല്ല, ഭംഗിയുള്ളതിനെ അല്ല, കളർഫുള്ളിനെ അല്ല. പിന്നെയോ ഒരു കോലവും ഒരു രൂപവും ഇല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത എന്നെയും നിന്നെയും അവൻ തിരഞ്ഞെടുക്കാൻ പ്രസാദം തോന്നിയതാണ് രക്ഷയുടെ ഒന്നാമത്തെ പടി. ആ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഒന്നെടുത്ത്, അവിടെ എഴുതിയിട്ടുണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനായിരുന്നു. 1 കൊരിന്ത്യർ 1-ാം അധ്യായം, 1 കൊരിന്ത്യർ 1:26 മുതൽ 30 വരെ ഒന്ന് വായിച്ചു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:26 മുതൽ 30 വരെ ഒന്ന് വായിച്ചു. സഹോദരന്മാരെ, നിങ്ങളുടെ വിളി നോക്കുവിൻ. ശ്രദ്ധിച്ചേ, ബാക്കിയുള്ളവരെന്നെ ശ്രദ്ധിച്ചേ. നിങ്ങളുടെ വിളി, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ്, നിങ്ങൾ അതിനെ ഒന്ന് നോക്കിക്കേ. അത് നോക്കുമ്പോൾ അഹങ്കാരം മാറും, അത് നോക്കുമ്പോൾ നിഗളം മാറും, അത് നോക്കുമ്പോൾ ഞാനെന്ന ഭാവം മാറും. നിങ്ങളെ വിളിച്ച വിളിയെ, നിങ്ങളെ തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. എന്തായിരുന്നു അത്? എന്തായിരുന്നു വായി? ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെ ഇല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരാമൻ പറഞ്ഞ, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ എന്റെ ദൈവം ലോകത്തിൽ ഭോഷത്വമായത്, ഒരാമൻ ചേർന്ന് പറഞ്ഞേ, തെരഞ്ഞെടുത്തു. അടുത്തത്, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത്, ഏതുമില്ലാത്തത് ദൈവം തെരഞ്ഞെടുത്തു. അടുത്തത്, ദൈവസന്നിധിയിൽ ഒരു ജഡവും, ഒരാമൻ പറ, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ അവൻ അവൻ പോക്ഷത്വമായതിനെ, കുലീനമായതിനെ, നികൃഷ്ടമായതിനെ അവൻ തെരഞ്ഞെടുത്തു. ഇന്നു പകൽ ആത്മനിയോഗത്തോടെ ദൂത് പറയാ, അല്ലെങ്കിൽ മനുഷ്യൻ ശ്രേഷ്ഠമുള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ, മനുഷ്യൻ ഭംഗിയുള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ, മനുഷ്യൻ കണ്ണിന് കുളിർമ തരുന്നത് തിരഞ്ഞെടുക്കുമ്പോൾ, മനുഷ്യൻ മാന്യതയുള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ, എന്റെ ദൈവം ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, എന്റെ ദൈവം കുലീനമായത് തിരഞ്ഞെടുത്തു, എന്റെ ദൈവം നികൃഷ്ടമായത് തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരുന്ന് ആരാധിക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ മൈക്കെടുത്ത് പ്രസംഗിക്കാൻ നമ്മൾക്ക് അവസരം കിട്ടിയതെന്ന് മറന്നവരുണ്ടെങ്കിൽ അവരുമായി നന്ദി പറഞ്ഞത്. വിശുദ്ധമായി ചേർത്ത് നിന്റെ 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 വിദ്യാഭ്യാസത്തിന്റെ കഴിവല്ല, അവന് പ്രസാദം തോന്നി, നിന്റെ കുടുംബത്തോട് പ്രസാദം തോന്നി, നിന്റെ തലമുറ അവന് പ്രസാദം.
കണ്ടോ? തിരുഹിത പ്രകാരം പ്രസാദം തോന്നി ആരോടാ? ബംഗ്ലാവ് വെച്ചവനോടല്ല, ഉന്നതന്മാരോടല്ല. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. പാരമ്പര്യക്കാരോടല്ല, ഭോക്ഷത്വമായതിനെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ കുറിച്ച് നിങ്ങൾ അറിയണം, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങൾ അറിയണം. അവൻ ഭോക്ഷത്വമായതിനെ, അവൻ നികൃഷ്ടമായതിനെ, ഹല്ലേലൂയ, അവൻ കുലീനമായതിനെ അവൻ തെരഞ്ഞെടുത്തു. എന്തിനാ തെരഞ്ഞെടുത്തെന്നറിയാമോ? ജഡത്തിന്റെ ഇടയിൽ ആർക്കും ഒരു പ്രശംസ ഉണ്ടാകരുത്. അതുകൊണ്ടാ പറഞ്ഞത് വലിയ പുള്ളിയാണെന്ന് നമ്മൾ പറയരുത്. അത് പറയാതിരിക്കാൻ ദൈവം ഈ വിധത്തിൽ തെരഞ്ഞെടുത്തത്. കേട്ടോ, ഈ വിധത്തിൽ ഒരു ജഡവും അല്ലേലിയ പ്രശംസിക്കപ്പെടാതിരിക്കേണ്ടതിന് അവൻ ഇങ്ങനെയുള്ളതിനെ തെരഞ്ഞെടുത്തു. ഒരാമേൻ എത്ര പേര് പറയും? ഒരു രാജാവിന്റെ മകന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ആ രാജാവ് തന്റെ മകന്റെ വിവാഹത്തിന് വിളിക്കപ്പെട്ടവർ വരാതിരുന്നപ്പോൾ ഹല്ലേലൂയ, രാജാവ് ഹല്ലേലൂയ സ്തോത്രം വീണ്ടും ആളെ വിട്ടു. എന്നാൽ അവര് വരത്തില്ലെന്ന് ഉറപ്പായപ്പോൾ വഴിത്തലക്കലിരുന്ന ഹല്ലേലൂയ സ്തോത്രം ദരിദ്രന്മാരെയും ഒന്നിനും കൊള്ളാത്തവരെയും വിളിച്ച് പുരയ്ക്കകത്ത് വസ്ത്രം കൊടുത്ത് കയറ്റിയ ചല്ലരി ഉപമ നസ്രയനാകുന്ന യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നുണ്ട്. വഴിത്തലക്കിലിരുന്ന അവിടെയും ഇവിടെയും കിടന്ന എന്നെയും നിന്നെയും തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ് മറക്കരുത്. അതോർക്കുന്നവർ ദൈവത്തെ സ്തുതിക്കാതിരിക്കത്തില്ല, അതോർക്കുന്നവർ ഉറങ്ങിയിരിക്കത്തില്ല, അതോർക്കുന്നവർ സ്വന്തം പറയാതിരിക്കത്തില്ല. അത് അതിന്റെ തിരിച്ചറിവ് ആകത്തുള്ളവർ മൗനമായിരിക്കത്തില്ല. മനസ്സിലായി നിന്റെ വലിയ ഒരു മഹത്വം അതിന്റെ തിരിച്ചറി 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 അവന്റെ പ്രസാദം പോക്കിയവരുടെ അവന്റെ പ്രസാദം പോകിയവരുടെ ഒരുമിച്ച് ദൈവത്തെ അവസാനം ആരാധിക്കും. കേട്ടോ നിങ്ങൾ? ഇതൊക്കെ കേൾക്കുമ്പോ ഉറക്കം തൂങ്ങിയിരിക്കരുത്, ഇതൊക്കെ കേൾക്കുമ്പോ ആടി തൂങ്ങിയിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ തിരുഹിതം നമ്മളിൽ പ്രസാദിച്ചു എന്ന് പറഞ്ഞാൽ അതെത്രയോ മഹത്വരകമായ കാര്യമാണ്. അല്ലേ അല്ലേ? ജ്ഞാനികളുടെ നടുവിൽ അവൻ ഭോഷത്വം തിരഞ്ഞെടുത്തു, അവൻ കുലീനന്മാരെ തിരഞ്ഞെടുത്തു, നികൃഷ്ടികളെ തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അവൻ അധർമ്മികളെ തിരഞ്ഞെടുത്തു, അവൻ പാപികളെ തിരഞ്ഞെടുത്തു. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ആ ലിസ്റ്റിൽ പെടുന്നവരാ നമ്മൾ, ആ ലിസ്റ്റിൽ പെടുന്നവരാ നമ്മൾ. അല്ലെങ്കിൽ പലരും നമ്മളെ തള്ളിയപ്പോൾ, പലരും നമ്മളെ ഉപേക്ഷിച്ചപ്പോൾ, പലരും നമ്മളെ മാറ്റി നിർത്തിയപ്പോൾ, പലരും നമ്മളെ അകറ്റി നിർത്തിയപ്പോൾ നമ്മുടെ മേലൊരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു, നമ്മുടെ മേലൊരു വിളിയുണ്ടായിരുന്നു. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവം നമ്മളോട് തന്റെ തിരുഹിതം പ്രസാദമായി തോന്നി. ഇന്ന് മകൾ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം നിലമ്പൂര് പോയി കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണിന്റെ സ്റ്റീൽ കണ്ടതാണ്. ഞാൻ അവരുടെ തലയെ കൈവച്ചു ദൂതൊന്നും പറഞ്ഞില്ല. വചനം പറയുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകി, വചനം പറയുമ്പോൾ അവരുടെ ഉള്ള്. ഇന്ന് ഞാൻ ഒരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് ആ വചനം കേട്ടോണ്ടിരുന്ന വാത്സല്യ ഭവനത്തിലെ പ്രിയപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, വചനമകത്തളങ്ങളിൽ തൊടുമ്പോൾ
ഹൃദയത്തിന്റെ അകത്തുളങ്ങൾ ഒഴുകും കേട്ടോ. ഇന്ന് പകൽ ദൈവാത്മാവിനോട് പറയുക, ഒന്നിനും കൊള്ളാത്ത എന്നെയും നിന്നെയും തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ സ്നേഹം ചെറുതല്ല. ഒന്നിനും കൊള്ളാത്ത എന്നെയും നിന്നെയും വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ സ്നേഹം ചെറുതല്ല. പല ദൃഷ്ടികളും നമ്മുടെ മേൽ വീണിട്ട് നമ്മളെ അത് തൊടാഞ്ഞത് നമ്മുടെ മേലൊരു തെരഞ്ഞെടുപ്പുള്ളോണ്ടാണ്. ഇന്ന് പകൽ ദൈവാത്മാവിനോട് ഇടപെടുകയാണ്. പല കണ്ണും നിന്റെ മേൽ വീണിട്ട് അതും നിന്നെ തൊടാഞ്ഞതും നിന്റെ മേൽ ഒരു തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട്. പലവിധ ദോഷങ്ങൾ ഉണ്ടായിട്ടും പലവിധ ദോഷങ്ങൾ നിന്നെ തകർത്തു കളയാഞ്ഞത് നിന്റെ മേലൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായതുകൊണ്ട്. യെസ്, യെസ്, യെസ്. മരണ വെല്ലുവിളികൾ എഴുന്നേറ്റ് നിന്നിട്ട് ജീവനോട് തിരിച്ചു വരുമോ എന്ന ദൈവസ്ഥാനത്തിൽ വ്യാപരിക്കുന്നത് വാചകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് വാചകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് വചനത്തിന്റെ നിന്റെ പേര് മാസക്കണക്കും നന്ദിയോടെ 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 ഹോസ്പിറ്റൽ കയറിയിട്ട് ജീവനോടെ തിരിച്ചിറങ്ങുമെന്ന് നീ കരുതിയതാണോ? നീ കരുതിയതാണോ? നീ കരുതിയതാണോ? പണിയാകത്തുകളും അനർത്ഥങ്ങളും മുൻപിൽ വന്നപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ആരാധന കൊടുത്തപ്പോൾ അനേക അപ്പുറത്തേക്ക് മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ നിന്റെ നിന്റെ ഓട്ടത്തിന്റെ ഇടിപ്പല്ല മറിച്ച് ആ തലമുറ ഒരു തെരഞ്ഞെടുപ്പ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ഫല ജീവനം പൊലിഞ്ഞു പോയപ്പോൾ നിന്റെ ആയുസ്സിനെ അവൻ ഇന്ന് നിർത്തിയിരിക്കുന്നതിന്റെ കാര്യം ഒരു തിരഞ്ഞെടുപ്പ് അവന് എന്തൊക്കെയാണോ ചെയ്തു നിർത്താൻ നിനക്ക് വ്യക്തി അവൻ ഒരു പദ്ധതി വിശ്വസിക്കുന്നവരുടെ മേൽ വചനം ശക്തിയായി ഇറങ്ങട്ടെ. വചനം ശക്തിയായി ഇറങ്ങട്ടെ. വചനം ശക്തിയായി ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ചെയ്യപ്പെടുക്കും. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? ഹോസ്പിറ്റലിൽ കയറി ഇനിയും മക്കളെ കാണാൻ പറ്റുമോ? ഇനിയും മടങ്ങി വരാൻ പറ്റുമോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് ഒരിക്കൽ കൂടി അവരെയെല്ലാം കണ്ട് അവരോട് ചേർന്ന് സന്തോഷിക്കാൻ ഒരവസരം കിട്ടിയത്
ഒരു തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട്. ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത രോഗ അനുഭവങ്ങൾ നേരം പുലർക്കുമോ എന്ന് രാത്രിയുടെ യാമം വേവലാതിപ്പെട്ട നിന്നെ ഒരു പുലരിയും കൂടെ കാണിച്ചത് നിന്റെ കഴിവല്ല, നിന്റെ മേൽ അവന്റെ തെരഞ്ഞെടുപ്പുള്ളത് കൊണ്ട്. നന്ദി പറയാൻ കഴിയുന്നവർ മാത്രം നന്ദി പറയാം. അനേക തലമുറകൾക്ക് കിട്ടാത്ത ഭാഗ്യം നിനക്ക് ദൈവം തന്നത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്നെ അവൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. അനേക കുടുംബങ്ങൾ തകർന്നടിയുമ്പോൾ നിന്റെ കുടുംബനെ ആടി ഉലയുന്ന കാറ്റുണ്ടെങ്കിലും നിന്റെ കുടുംബത്തിന്റെ പടകം ഉണ്ണാതെ, നിന്റെ ഭവനത്തിന്റെ പടകം തകരാതെ നിർത്തിയിരിക്കുന്നത് നിന്റെ കഴിവല്ല, നിന്റെ പടകിനെ അവൻ തെരഞ്ഞെടുത്തത് കൊണ്ടാണ്. ശബ്ദാർത്ഥപ്രവാഹം. പല തലമുറകളും മയക്കുമരുന്നിനും കഞ്ചാവിനും മദ്യത്തിനും അടിമകളായിരിക്കുമ്പോൾ നിന്റെ മക്കളെ ചൊല്ലി കരയാൻ നിനക്കിടവരാത്തത് അവരുടെ മേൽ ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പുള്ളത് കൊണ്ടാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പലരും തകർന്നു പോയപ്പോൾ നീ തകരാതെ നിൽക്കുന്നതിന്റെ കാര്യം നിന്റെ കഴിവല്ല, നിന്റെ മിടുക്കല്ല, നിന്റെ മേൽ തിരുഹിത പ്രകാരം ഒരു പ്രസാദം തോന്നി എന്നെ തെരഞ്ഞെടുത്തതാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. മാനുഷിക പരിഗണനയോ അബദ്ധത്താലോ നീ രക്ഷിക്കപ്പെട്ടതല്ല കുഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുന്നറിവിനനുസരിച്ച് അവൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. നീ അബദ്ധവശാൽ കേറി വന്നൊരു വ്യക്തിയല്ല. അബദ്ധവശാൽ കേറി വരാൻ കഴിയുന്ന ഒരിടമല്ല ദൈവസന്നിധി. നീ അബദ്ധവശാൽ കേറി വന്നതല്ല. നിന്നെ ഒരു മനുഷ്യനും പരിഗണിച്ച് നീ കേറി വന്നതല്ല. നിന്നെ കയറ്റി വിട്ടതല്ല. മറിച്ച് ഹല്ലേലൂയ, നീ അറിയുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞവൻ തെരഞ്ഞെടുത്തതാണ്. നീ കാണുന്നതിന് മുമ്പേ നിന്നെ കണ്ടവൻ തെരഞ്ഞെടുത്തതാണ്. നീ അവനെ അറിയുന്നതിന് മുമ്പേ അവൻ നിന്നെ അറിഞ്ഞതാണ്. ചേർന്നൊരാമേനത്തിൽ വരുന്നു. അങ്ങനെ തന്നെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നിട കണ്ട, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ, ഒരാമേ പറഞ്ഞു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ദൈവം തെരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ദൈവം തെരഞ്ഞെടുക്കുന്ന കുടുംബം ദൈവത്തിന് വിലപ്പെട്ടതാണ്. ദൈവം തെരഞ്ഞെടുക്കുന്ന ഏതു വ്യക്തിയും ദൈവത്തിന് വിലപ്പെട്ടതാണ്. വിശ്വസിക്കുന്നവരാമേ പറയട്ടെ. പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവത്തിന് ഞങ്ങളെ വേണ്ടേ? ദൈവം ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ? ദൈവം ഞങ്ങളെ കൈവിട്ടോ? ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചോ? ദൈവം ഞങ്ങളെ മറന്നോ? ആത്മാവിനൊരു ദൂതുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിന് വിലപ്പെട്ടവരാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും വില തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുണ്ട്. വിശ്വസിക്കുന്നവരാമേ പറയും. അപ്പൊ ഒന്നാമത്തെ കാര്യം, രക്ഷയുടെ ഒന്നാമത്തെ പടി, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. രണ്ടാമത്തത്, ആത്മാവ് നമ്മളെ വേർതിരിച്ചു. അതാണ് രണ്ടാമത്തെ പടി. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. പിതാവായ ദൈവം തെരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവാം ദൈവം നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ പടി, വേർതിരിച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ.
ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യും. അപ്പോ പിതാവ് തെരഞ്ഞെടുത്തവരെ ആത്മാവ് വേർതിരിക്കുക. ഇതിന്റെ പ്രോസസ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇതിന്റെ പ്രോസസ് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. പിതാവായ ദൈവം തിരുഹിത പ്രസാദ പ്രകാരം തെരഞ്ഞെടുത്തവരെ ദൈവത്തിന്റെ ആത്മാവ് വേർതിരിച്ചു മാറ്റും. ഒരാമേൻ പറഞ്ഞു, ഒരാമേൻ പറഞ്ഞു. ഉദാഹരണം, 300 മീറ്റർ ഓട്ടം. ആ ഓട്ടത്തിൽ ആദ്യം 5 പേരായിരിക്കും ഓടുന്നത്. ആദ്യം 5 പേര്. ഹല്ലേലൂയ, സ്തോത്രം. ഈ 5 പേരോടുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്തോത്രം, 100 ആകട്ടെ, 200 ആകട്ടെ, 300 ആകട്ടെ, 400 ആകട്ടെ, ഈ ഓട്ടങ്ങളിൽ അവരോടുമ്പോൾ 5 പേരോടിയാൽ ജയിക്കുന്നവനെ വേർതിരിച്ചു മാറ്റും. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്തിനാണെന്നറിയാവോ? അല്ലെങ്കിൽ ഈ ജയിച്ചവരെ മാറ്റി നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഒരു 3-4 ടീം ഉണ്ടെങ്കിൽ അതിൽ ജയിക്കുന്നവരെന്ത് ചെയ്യും? മാറ്റി മാറ്റി നിർത്തിയിട്ട് അവസാനം 4 പേരോ 5 പേരോ വരും. അവരെ അവസാനം ഓടിപ്പിക്കും. ആ ഓടിച്ച് ജയിക്കുന്നവർക്കാണ് പ്രൈസ് ഉള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, പിതാവ് തെരഞ്ഞെടുത്തതിനെ ആത്മാവ് വേർതിരിച്ചു മാറ്റും. പിതാവ് തെരഞ്ഞെടുത്തതിനെ ആത്മാവ് വേർതിരിച്ച് മാറ്റി അവരെ ഉറപ്പിക്കും. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായം ഒന്നെടുത്ത്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 6-ന്റെ 6ഉം 7ഉം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 6-ന്റെ 6ഉം 7ഉം. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി. മതി, സ്തോത്രം. ഇനി എന്നെ ശ്രദ്ധിച്ചിരുന്നേ. അഭിഷേകമുള്ള ആത്മാവുള്ള അപ്പോസ്തലന്മാർ പിതാവായ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങി. മനസ്സിലായോ? അവരുടെ മേൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അപ്പോസ്തലന്മാരെ ദൈവം പകർന്ന അധികാരത്തിന്റെ ശക്തിയാൽ പരിശുദ്ധയാത്മാവ് വേർതിരിച്ചു മാറ്റി. വേർതിരിച്ചു മാറ്റിയവരുടെ ഒരു ഗുണമാണ് വായിച്ചത്. അവർ അധീനരായി തീർന്നു. ഒരാമേൻ പറഞ്ഞു. അധീനരായി തീർന്നെന്ന് പറഞ്ഞാൽ അവർ അനുസരണയുള്ളവരായി തീർന്നു. ആർക്കനുസരണയുള്ളവരായി? ആ പിതാവ് തെരഞ്ഞെടുത്തതിനെ ആത്മാവ് വേർതിരിച്ചു കഴിയുമ്പോൾ അവര് ദൈവത്തിന് അനുസരണയുള്ളവരായി മാറും. തെരഞ്ഞെടുത്തവർ, ആത്മാവിൽ വേർതിരിച്ചവർ അനുസരണയില്ലാത്തവരാകരുത്. വചനം പഠിപ്പിക്കുന്നു,
പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടവർ, ആത്മാവിൽ വേർതിരിക്കപ്പെട്ടവർ അധീനരാകുമെന്ന് പറഞ്ഞാൽ അവരനുസരണയുള്ളവരാകുമെന്ന അതിന്റെ അർത്ഥം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? പിതാവ് വേർതിരിച്ച, പിതാവ് തെരഞ്ഞെടുത്ത, ആത്മാവ് വേർതിരിച്ച നീ അനുസരണം കെട്ട് നടക്കരുത്, നീ അനുസരണം കെട്ട ജീവിതം നയിക്കരുത്. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് രാത്രി ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ചില അനുസരണക്കേടിന്റെ ഹല്ലേലൂയ സ്വഭാവം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടുമാറേണ്ടത് ആവശ്യമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവ് തെരഞ്ഞെടുത്തവർ, ആത്മാവിൽ വേർതിരിക്കപ്പെട്ടവർ, വചനത്തിന്റെ ശക്തിയാൽ നിലകൊള്ളുന്നവർ അനുസരണത്തിൽ ജീവിക്കും. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്, ദൈവം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കപ്പെട്ടവർ, ആത്മാവിൽ വേർതിരിക്കപ്പെട്ടവരോട് ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഹല്ലേലൂയ, നിങ്ങൾ അനുസരണ ഉള്ളവരാകണം. 10:30 വരാൻ പറഞ്ഞു, 10:30 വരണം. സ്തോത്രം, സ്തോത്രം. പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടണം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നടുത്ത് പോകരുതെന്ന് പറഞ്ഞ ഇന്നടുത്ത് എന്ത് ചെയ്യരുത്? തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാവിൽ വേർതിരിക്കപ്പെടുന്നവരനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നീ നിന്റെ പണിക്ക് പോകണം. ഇതിനകത്ത് നിൽക്കരുത്, ഇതിനകത്ത് നിൽക്കരുത്. ഇന്നത് പറയരുതെന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് ഇന്നത് പറയരുതെന്ന് പറഞ്ഞാൽ ഇന്നത് പറയരുത്, ഇന്നത് പ്രവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ ഇന്നത് പ്രവർത്തിക്കരുത്. ഹല്ലേലൂയ. ഇന്ന വഴിക്ക് പോകരുതെന്ന് പറഞ്ഞാൽ ഇന്ന വഴിക്ക് പോകരുത്. ഇന്ന ആളുമായിട്ട് ബന്ധം നീ പുലർത്തരുത്, നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നീ പുലർത്തരുത്. എന്റെ ജങ്കാണ്, എന്റെ ഉയരാണ് എന്നൊക്കെ പാടും. കർത്താവാണോ വേറെ വല്ലവരുമാണോ? പാടുന്നവർക്ക് അറിയാം. സ്തോത്രം. പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവൻ ക്രിസ്തുവിനെ ഉയർത്തുന്നു, അവര് വേറെ ആരോടൊക്കെ ഉണ്ട് മനസ്സിലാക്കും. അങ്ങനല്ലെന്ന്. വിളിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ആത്മാവ് വേർതിരിച്ചു നിർത്തിയിരിക്കും. എന്തിനാ? കാഹളം ധ്വനിക്കുമ്പോൾ മണവാളനുമായി സ്തോത്രം ചെയ്യുന്നു. ആഴമായി ഇറങ്ങി പ്രസംഗിച്ചാൽ അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും, സമയമില്ല. ദൂതു അതല്ല. ക്രൈസ്തലോട് കണ്ടുപിടിക്കുക. അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ടവരുടെ മേൽ അപ്പോസ്തലന്മാർ കരം വെച്ച്, അവർ പ്രാർത്ഥിച്ച്, അവരെ വേർതിരിച്ച്, അവര് ദൈവത്തിന്റെ വചനത്തിനും ആത്മാവിനും പിതാവായ ദൈവത്തിനും അവർ അധീനപ്പെട്ടു, അവർ അനുസരണയുള്ളവരായി നിന്നു. ഇന്ന് മകൾ ദൈവാത്മാവിൽ ഒരു ദൂത് കയറി വരുന്നത് കൊണ്ട് പറയുന്നു, നീ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമൈതലാണെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവിൽ വേർതിരിക്കപ്പെട്ട കുടുംബമാണെങ്കിൽ, ഇന്ന് മകൾ പരിശുദ്ധ ദൈവം എന്നോട് പറയുന്നു, അല്ലെങ്കിൽ നീ അധീനപ്പെട്ട് നിൽക്കേണ്ടത് പിശാചിനല്ല, മനുഷ്യനല്ല. നീ അധീനപ്പെട്ട് നിൽക്കേണ്ടത് ദൈവത്തിന്റെ വചനത്തിനത്രേ. എന്നോട് ആത്മാവ് ഇടപെടുക. അല്ലെങ്കിൽ അധീനപ്പെട്ട് നിൽക്കാതെ, നിർത്തിപ്പിക്കാതെ പോരാടുന്ന ജഡത്തിന്റെ സ്വാധീനങ്ങൾ ഇന്നത്തെ ആരാധനയിൽ അഴിഞ്ഞു വീഴണം. ഇവിടെ തകർന്നു വീഴണം, ഇവിടെ തകർന്നു വീഴണം. ഇവിടെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം അത് ചെയ്യും എന്ന് എന്നോട് ആത്മാവ് ഇടപെടുന്നുണ്ട്. വിശ്വസിക്കും, വിശ്വസിക്കുന്നു.
ഹല്ലേലൂയ. ദൈവദാസന്മാരെ കളിയാക്കി യൂട്യൂബിൽ ട്രോൾ വീഡിയോ ചെയ്തവൻ ആ പരിപാടി നിർത്തിയത് ദൈവശക്തി അവന്റെ മേൽ ഇറങ്ങിയപ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാ, വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. ആത്മാവിനോട് ആഴമായി ഇടപെടുന്നു. ഹല്ലേലൂയ. നീ അധീനപ്പെട്ട് നിൽക്കേണ്ടത്, നീ അധീനപ്പെട്ട് മുൻപോട്ട് പോകേണ്ടത് ജഡത്തിനല്ല, ആത്മാവിനത്രേ. ഇന്ന് പകൽക്കാലം ദൈവം ഇടപെടുന്നു. ജഡത്തിനും നിന്നെ അധീനപ്പെടുത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ ജഡത്തിന്റെ സ്വാധീനം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെട്ടു തുടങ്ങുകയാണ്. അതിന്റെ മേഖലകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആധിപത്യങ്ങൾ ഉടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അവകാശങ്ങൾ ഇന്ന് പകൽ അടിയറവുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ദുർനടപ്പ് നടക്കരുത്, എന്നാൽ അതിനനുസരിച്ച് നടത്തുന്നതിനെ നീ ജയിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്, എന്നാൽ അതിനനുസരിച്ച് നിന്നെ സ്വാധീനിക്കുന്ന എവിടെങ്കിലും ഉണ്ടെങ്കിൽ നീ അതിനെ ജയിക്കണം. കേട്ടോ? വചനത്തിനനുസരണയുള്ളവരായി, പിതാവായ ദൈവത്തിനനുസരണയുള്ളവരായി, ആത്മാവിനനുസരണയുള്ളവരായി ഇന്ന് പകൽക്കാലം മാറണമെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ അങ്ങനെ പറയാൻ കാര്യം എന്നാ? നീ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവ പൈതലാ. നിന്നെ ആത്മാവ് വേർതിരിച്ചു നിർത്തിയിരിക്കും. ഇന്ന് പകൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവനോടൊരു ദൂതൻ ഇടപെടുന്നു. നിന്നെ അധീനപ്പെടുത്താൻ നോക്കുന്നത് ഇന്ന് പകൽ തകരും കേട്ടോ. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറയണം. നിന്നെ അധീനതയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന, ആത്മാവിനനുസരിച്ച് മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന ചില മേഖലകൾ ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ കാണിക്കുക. ഇന്ന് പകൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ മനസ്സുള്ളവർ, നിയോഗം കിട്ടുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ, നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന ചില അധീനതകളുടെ നടുവിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ ദൈവം നിന്നെ പുറപ്പെടുന്നു. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചേ, രണ്ടാമത്തെ വെളിപ്പാട്, പിതാവ് തെരഞ്ഞെടുത്തതിനെ ആത്മാവ് വേർതിരിച്ചു. അപ്പൊ രക്ഷയുടെ ഒന്നാമത്തെ പടി പിതാവ് തെരഞ്ഞെടുത്തു, രണ്ടാമത്തെ പടി ആത്മാവ് വേർതിരിച്ചു, മൂന്നാമത്തെ പടി പുത്രൻ തന്റെ രക്തത്താൽ കഴുകി. ഒരാമയം പറഞ്ഞേ, ഹല്ലേലൂയ. പുത്രൻ തന്റെ രക്തത്താൽ നമ്മളെ കഴുകി. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് വരെ ചെയ്ത സകല പാപങ്ങളും ബാലശിക്ഷ കഴിക്കാതെ വണ്ണം തന്റെ രക്തം കൊണ്ട് അവൻ അതിനെ മറച്ചു. മറച്ച ആ പാപത്തെ ഒരിക്കലും ഇനി വെളിപ്പെടത്തില്ല, കണക്കിടില്ല. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്ത സകല പാപങ്ങളും, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്ത സകല പാപങ്ങളും ലിസ്റ്റിലുണ്ട്. ചേർന്നൊരാമേ പറഞ്ഞു. ഇന്നു പകലിൽ പിതാവ് തെരഞ്ഞെടുത്തതിനെ, ആത്മാവ് വേർതിരിച്ചതിനെ പുത്രന്റെ രക്തത്താൽ കഴുകുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായം 19-ാമത്തെ വാക്യശകലം ഒന്ന് വായിക്കാം. എബ്രായർ 9:19. എബ്രായർ 9:19 വായിച്ചാട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 9-ാം അധ്യായം 19-ാമത്തെ വാക്യം. സ്തോത്രം. ആ ഭാഗത്തേക്കൊന്നും ആരും പോകാറില്ല. ഇടത്തൂര് വായിച്ചു. വായിക്കാം. മോശയുടെ ന്യായപ്രമാണപ്രകാരം സകല ജനത്തോടും
പ്രസ്താവിച്ച ശേഷം മോശ ദൈവത്തിന്റെ ന്യായപ്രമാണം സകല ജനത്തോടും പ്രസ്താവിച്ചതിന് ശേഷം പശുക്കിടാക്കളെ ആട്ടുകൊട്ടന്മാരെയും ഈ സോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്റെ മേലും തളിച്ചു. രാമൻ പറയാമോ? ന്യായപ്രമാണത്തെ വെളിപ്പെടുത്തി ജനത്തിന് കൊടുത്തതിന് ശേഷം ഈ സോപ്പിന്റെ തണ്ടുകൊണ്ട് അറക്കപ്പെട്ട മൃഗത്തിന്റെ രക്തം അല്ലെങ്കിൽ എടുത്തു പുസ്തകത്തിന്റെ മേലും ജനത്തിന്റെ മേലും താൻ തളിച്ചു. പ്രിയപ്പെട്ടവരെ, അതൊരു നിഴലാണ്. പൊരുളായി പറയുന്നത് 1 യോഹന്നാൻ 1:7 വായിക്കണ്ട. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. എത്ര പേർ ചേർന്ന് രാമ്യം? യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷയുടെ 3ാമത്തെ പടിയെന്ന് നമ്മൾ എടുത്ത വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാ, രക്ഷയുടെ 3ാമത്തെ പടി അതാണ്. ഹല്ലേലൂയ. പിതാവ് തെരഞ്ഞെടുത്തതിനെ, ഹല്ലേലൂയ, ആത്മാവ് വേർതിരിച്ചതിനെ പുത്രന്റെ വിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കും. ഇന്ന് പകൽക്കാലം ഈ 3 പ്രോസസ്സിലൂടെ കടന്നുപോയവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ 3 പ്രോസസ്സിലൂടെ കടന്നുപോയവരാണ് ഈ ദൈവശബ്ദം കേൾക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആഴമായി നിങ്ങളോട് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. നിങ്ങൾ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ, നിങ്ങൾ ആത്മാവിനാൽ വേർതിരിക്കപ്പെട്ടവർ. അവിടെ കൊണ്ട് തീർന്നില്ല, നിങ്ങൾ പുത്രന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർ. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ, ഇനി ഞങ്ങൾ ദൂതിലേക്ക് വരിക, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ഇന്ന് പകല് നിങ്ങൾ തിരിച്ചറിയും, നിങ്ങളുടെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ട്. 2, ഇന്ന് പകൽ തിരിച്ചറിയും, നിങ്ങളെ വേർതിരിച്ചു നിർത്തിയിരിക്കുന്ന ആത്മാവിന്റെ ഒരു ഇടമുണ്ട്. 3, നിങ്ങളെ ശുദ്ധീകരിച്ച രക്തത്തിന്റെ മറവ് നിങ്ങൾക്കുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് എന്റെ വഴി എന്നോട് ഇടപെടുക. പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശുദ്ധാത്മാവിനാൽ വേർതിരിക്കപ്പെടുകയും പുത്രന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടതുമായ നിനക്കെതിരെ ശത്രു ഒരുക്കുന്ന ആയുധം കുഞ്ഞെ ജയിക്കത്തില്ലെന്ന് ഇന്ന് മുതൽ ആത്മാവിൽ ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർ വിശ്വസിച്ചേറ്റെടുത്തു നന്ദി പറയും. ആ വിചാര ദോഷം നിന്നെ തകർക്കുന്നത് മനുഷ്യന്റെ ശാപഗ്രസ്തമായ വാക്കുകൾ നിന്നെ ജയിക്കാൻ, നിന്റെ തല വിധിയെത്തിയവരുടെ മുമ്പിൽ നിന്റെ പിതാവിന്റെ തെരഞ്ഞെടുപ്പും ആത്മാവിന്റെ വേർതിരിക്കലും കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ദൈവശക്തി ഇറങ്ങട്ടെ. ഇന്ന് മുതൽ അല്പനേരം എല്ലാ കണ്ണുകളും അടച്ച് ആത്മാവിൻ നന്ദിയോടെ ഈ കൃപയോടെ ഏറ്റെടുക്കുക. ഈ കൃപ ദൈവകൃപ വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് പകലും പിതാവിന്റെ തെരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ട്. ആത്മാവിന്റെ വേർതിരിക്കൽ നിന്റെ മേലുണ്ട്. നിന്റെ മേൽ എന്റെ കുടുംബത്തിന്റെ രണ്ടാമത്തെ വചനം കൊടുകയാണ്. ദൈവശക്തി വ്യാപരിക്കട്ടെ.
ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവശക്തി power, 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 power of Spirit. പ്രാപിക്കുക. നീ ആത്മാവിൽ പ്രാപിക്കുക. നിനക്കെതിരെ പോരാടുന്ന, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന, നിനക്കെതിരെ വ്യക്തിവെക്കുന്ന, നിനക്കെതിരിക്കുന്ന ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഞാൻ ആത്മാവിൽ വേർതിരിക്കപ്പെട്ടതാണ്. യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര എന്റെ മേലില്ല. വേർതിരിച്ച ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നു. ശക്തി വ്യാപരിക്കുന്നു. അടിഞ്ഞു വരട്ടെ, അടിഞ്ഞു വരട്ടെ. ഉരുക്കുകൾ അടിയട്ടെ, മാറട്ടെ, വെല്ലുവിളികൾ അടിയട്ടെ. ദോഷങ്ങളാ നീ പറ, നീ പറ. ഇന്നത്തെ ചടങ്ങുകളെ വിളിച്ചു 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 തെരഞ്ഞെടുത്തത് വേർതിരിച്ച ആത്മാവിന്റെ ശക്തി ശക്തി അടിയുടെ വിശാല കേട്ടിയ കെട്ടണം അടിയുടെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞ് 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 യേശുവിന്റെ നാമത്തിൽ അഴിയ അഴിയ ഉച്ചമേ ഒരു തെരഞ്ഞെടുപ്പില്ല. ശരീരത്തിന്റെ രക്തത്തിന്റെ ശക്തി, രക്തത്തിന്റെ ശക്തി പ്രാപിച്ചു പ്രാപിച്ചു. ഇത് പ്രാപിക്കേണ്ട നേരമാണ്, ഇത് പ്രാപിക്കേണ്ട നേരമാണ്, ഇത് പ്രാപിക്കേണ്ട നേരമാണ്. ഞാൻ ദൈവവചന ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുക. വചനത്തിന്റെ തീവിടെ കണ്ടത്, വചനത്തിന്റെ തീവിടെ കണ്ടത്. നീ പറ, എന്റെ കുടുംബത്തോട് പോരാടാൻ നിനക്ക് കഴിയത്തില്ല, നിനക്ക് കഴിയാൻ കഴിയത്തില്ല. കാരണം എന്റെ ശരീരത്തെ കാരണം തിന്നാൻ നിനക്ക് കണ്ടിട്ടില്ല. കാരണം ഞാനിന്റെ ഒഴികൊണ്ടു ആത്മാവിൽ യുദ്ധത്തെ, ആത്മാവിൽ പോരാട്ടം, ആത്മാവിൽ പോരാട്ടം. നിനക്ക് എന്റെ അനുഗ്രഹത്തെ, എന്റെ നന്ദത്തെ, എന്റെ ആരോഗ്യത്തെ, എന്റെ ആത്മീയത്തെ നിനക്ക് തകർക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ വേർതിരിക്കപ്പെട്ടത്. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. മഞ്ഞള ചലവ ക്രമ ചലവ ഇന്ന് രക്ഷിക്കപ്പെട്ടവരുടെ ഈ വിജയങ്ങൾ നടക്കുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ ഇനി ദൈവശക്തി ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച്
എഴുന്നേറ്റ് നിന്ന് ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാ കണ്ണുകളും അടച്ച് അന്യഭാഷാവരം പ്രാപിച്ചത് അന്യഭാഷകളിൽ തന്നെ സൂമിലുള്ളവരും ഇങ്ങോട്ടുള്ള എല്ലാവരും പ്രാർത്ഥിച്ചേ. ആത്മമണ്ഡലം ഇന്ന് ഇതിന്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നീ പറ, നിന്നോട് പോരാടുന്ന, നിന്നോട് വെല്ലുവിളിക്കുന്ന നിന്റെ ഭാവിയോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ കുഞ്ഞുങ്ങളോട്, നിന്റെ നന്മയോട്, നിന്റെ അനുഗ്രഹത്തോട്, നിന്റെ ആരോഗ്യത്തോട് ശബ്ദന പോരാടുന്ന, വെല്ലുവിളിക്കുന്ന നിന്റെ മനസ്സിനോട്, നിന്റെ ഹൃദയത്തോട്, നിന്റെ ശരീരത്തോട്, നിന്റെ ആത്മീയത്തോട് പോരാടുന്നതോട് നീ പറ, എന്റെ മേലൊരു ജനലെടുപ്പുണ്ട്, എന്റെ മേലൊരു ആത്മാവുണ്ട്, എന്റെ മേൽ കുഞ്ഞാവിന്റെ രക്തത്തിന്റെ ശക്തിയുണ്ട്. ഇന്നത് വെളിപ്പെടുക, ഇന്നത് വെളിപ്പെടുക. ഇന്ന് പകൽ, ഇന്ന് പകൽ ഒരാഭിഷേകം കണ്ടത്, ഒരാത്മശക്തി കണ്ടത്. തെരഞ്ഞെടുപ്പിന്റെ ശക്തി, തെരഞ്ഞെടുപ്പിന്റെ ശക്തി, തെരഞ്ഞെടുപ്പിന്റെ ശക്തി നിങ്ങൾക്ക് വ്യാപരിക്കുന്നു. കാണിച്ചോ, കാണിച്ചോ, കാണിച്ചോ. അത് സകല ഗണത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും എന്നുള്ള വചനത്തിന്റെ ശക്തിയാ. ആത്മാവിനേറ്റട്, ഏറ്റെടുക്കട്. ഉന്നവനം ദൈവം കൊടുത്തു, ദൈവം കൊടുത്തു, വചനം കൊടുത്തു, വചനം കൊടുത്തു. നീ പറ, നീ പറ, എന്റെ മേലൊരു തെരഞ്ഞെടുപ്പുണ്ട്, തെരഞ്ഞെടുപ്പുണ്ട്. നിനക്ക് ജയിക്കാൻ കഴിയില്ല. കയറി വരുന്ന ചില ദുരാത്മമണ്ഡലങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തെരഞ്ഞെടുപ്പ്, ദൈവിക തെരഞ്ഞെടുപ്പ്. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. ആത്മാവ് കരച്ചലിപ്പിക്കുന്നു, ദൈവാത്മാവ് കരച്ചലിപ്പിക്കുന്നു. നീ പറ, ശരീരത്തോടുള്ള ചില പോരാട്ടങ്ങൾ അഴിയുന്നു. വർദ്ധിച്ചോ. ശരീരത്തോടുള്ള ചില പോരാട്ടങ്ങൾ ഇപ്പോൾ അഴിയുന്നു. യേശുവിന്റെ ശക്തി അതിനെ അഴിച്ചെടുക്കുന്നു, അതിനെ അഴിച്ചെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറണം. പ്രാർത്ഥിക്കുക. ഇന്ന് പകല്, ഇന്ന് പകല് ദൈവത്തിന്റെ വചനം ഇതിനകത്ത് ചെയ്യുന്നു, ചെയ്യുന്നു. രക്ഷിക്കപ്പെട്ട നിന്നോട് പോരാടുന്ന, രക്ഷിക്കപ്പെട്ട നിന്നോട് വെല്ലുവിളിക്കുന്ന പുസ്തകങ്ങൾ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ അതിനെ ദുരൂഹരിക്കുകയാണ്. നീ തിരിച്ചറിയും, നീ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നീ പിശാച് ഇന്ന് ചില മേഖലകളിൽ നിന്ന് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഴിയപ്പെടുകയാണ്, അഴിയപ്പെടുകയാണ്, അഴിയപ്പെടുകയാണ്. യെസ്,
പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കും. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കും. യെസ്, യെസ്. അർത്ഥപ്രവാചകൻ പ്രവർത്തനാദര യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഏറ്റെടുക്കേണ്ടത് പോലെ ഏറ്റെടുത്ത് പ്രാപിക്കേണ്ടത് പോലെ പ്രാപിച്ചോണം. ഇല്ലാത്തവർക്ക് നഷ്ടമാണത്, ഇല്ലാത്തവർക്ക് നഷ്ടമാണത്. ജഡത്തിന് കീഴടങ്ങി കൊടുക്കരുത്, ജഡത്തിന് കീഴടങ്ങി കൊടുക്കരുത്, ജഡത്തിന് കീഴ്പ്പെട്ടു കൊടുക്കരുത്. ഇന്നു പകല് ദൈവത്തിന്റെ ആത്മാവെന്നോട് ഇടപെടുകയാണ്. നീ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, നീ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. നീ പരിശുദ്ധാത്മാവിൽ വേർതിരിക്കപ്പെട്ടതാണ്. നീ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും അവന്റെ രക്തത്താൽ നീ മുദ്രയിടപ്പെട്ടിരിക്കുകയുമാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒരു നിമിഷം കണ്ണുകളെ അടച്ച്